ഇത് സ്വിസ് വെറൈറ്റി ആണ്. ഇതിൻ്റെ പേര് സാനൻ എന്ന് പറയും. കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കൊടുത്ത 3-4 പേരുടെ കയ്യിലുണ്ട്. ഒരു 10-12 വർഷമായിട്ട് നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള തേയില നമ്മൾ ഇവിടെ തന്നെയാണ് പറിച്ചെടുക്കുന്നത്. എൻ്റെ പേര് ജോസ് എന്നാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്ത് എലിഞ്ഞിപ്ര എന്ന ദേശം. ഇതൊരു ഗ്രാമീണ അന്തരീക്ഷമാണ്. ഇവിടെ തൊഴിൽപരമായിട്ട് എനിക്ക് കാനഡയിൽ ബിസിനസ്സാണ്. ഞാൻ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇവനെ വന്നും പോയിക്കൊണ്ടിരിക്കും. നാട്ടിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ഹരിതഭവനം, അതാണ് എൻ്റെ ഒരു അഭിലാഷം എന്ന് പറഞ്ഞ പോലെ ഹരിതഭവനം. നമുക്കിവിടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി നമുക്ക് കൺസ്യൂം ചെയ്യാനും പുറത്ത് കൊടുക്കാനുള്ളതും, പിന്നെ പാലായാലും മുട്ടയായാലും പഴവർഗ്ഗങ്ങളായാലും പച്ചക്കറി ആയാലും നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ വളർത്തി ഉണ്ടാക്കുക. അത് വിഷടിക്കാതെ ഓർഗാനിക്കായിട്ട് നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കറണ്ട് ആണെങ്കിലും പുറത്തുനിന്ന് മേടിക്കുന്നില്ല, സോളാറാണ്. അപ്പോൾ ഒരു ഹരിതഭവനം ആയിട്ട് നമ്മളിതിനെ മാറ്റിയിരിക്കുകയാണ്. ഇത് അസായ്ബറി അല്ലെങ്കിൽ അക്കായ്ബറി എന്ന് പറയും. ഇത് ആമസോൺ വാലികളിൽ കാണുന്ന ഒരു അപൂർവം പഴവർഗ്ഗമാണ്. ബെറി ഇതിലാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഒരു അടയ്ക്കാമരം പോലെ വലുതാവും. ഇത് ഒറ്റത്തടിയായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ്. ഇതിൽ ആമസോൺ വനാന്തരങ്ങളിൽ അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ ഇത് കഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യവും ആയുസ്സും സൗന്ദര്യം കൂടുതലാണെന്ന് പറയും. ഇത് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഇത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ അടുത്ത് ഒരു 8 വർഷമായിട്ട് ഇത് ഫലം കായ്ക്കുന്നുണ്ട്. നല്ലൊരു ബെറിയാണിത്. നാടൻ തേയിലയാണ്. ഇതിൽ ആദ്യത്തെ ഈ 2 ഇതാണ് നമ്മൾ കിള്ളിയെടുക്കുക. സാധാരണ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഇതിൻ്റെ തന്നെ തേയിലയുടെ ഒരു 5-10 കട വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വിഷമടിക്കാത്ത തേയില, നല്ല ക്വാളിറ്റി ഉത്തമമായ തേയില നമുക്ക് വീട്ടിൽ ആസ്വദിക്കാൻ നമുക്ക് കിട്ടും. പക്ഷേ ഇതാരും ചെയ്യാൻ മടിക്കും, മെനക്കെടാൻ മടിക്കും. കാര്യം ഇപ്പോൾ ഇത് പറിച്ച് ഉണക്കി കഴിഞ്ഞാൽ ഇതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഇത് ഞെക്കിക്കഴിഞ്ഞ് ഇത് ഓക്സിഡൈസ് ചെയ്യും. ഇത് കറുത്ത ഇതാ പിന്നെ ഇതെല്ലാം വന്ന് എയറായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സിഡേഷൻ വരും. പക്ഷെ വന്നിട്ട് ഉണക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ടീ കിട്ടും. ഏറ്റവും നല്ല ബ്ലാക്ക് ടീ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള തൈല നമ്മൾ കാശ് കൊടുത്തതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ കമ്മീഷനായിട്ട് യൂസ് ചെയ്യുമ്പോഴേ അവരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യോ, ഈ കൂടുതൽ ഇലകളെല്ലാം കട്ട് ചെയ്തെടുക്കുക. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള ഇല മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ചായക്ക് ഉപയോഗം കൂടുതലാണ്, അത്രയും പ്രൊഡക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഇലകൾ താഴ്ത്ത് ഇറക്കി കട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിലും ടേസ്റ്റിലും വ്യത്യാസം കാണും. പണ്ട് നമ്മൾ ആസ്വദിച്ചിരുന്ന തേയിലല്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. കാര്യം അതിൻ്റെ ഉപയോഗം കൂടി പ്രൊഡക്ഷൻ കുറഞ്ഞു. അപ്പോൾ അത് ഈ തരം ഇലകളും അവർ അതിനകത്ത് അരിഞ്ഞുപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ്, ഈ കൂമ്പാണ് ഏറ്റവും ഉത്തമമായിട്ട് ഉള്ള ചായ. ഇത് തേയിലയുടെ പൂവാണ്. ഇതിൻ്റെ വിത്ത് വീണും മുളയ്ക്കും. ഇത് നമ്മൾ വളർത്തുന്ന തേനീച്ചയാണ്. ഇതുപോലെ 2-3-4 കൂടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ ഫലവൃക്ഷങ്ങളുടെ പ്രൊഡക്ഷൻ കൂടും. അവരുടെ പരാഗണനവും അതിൻ്റെ പോളിനേഷനും വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഉൽപ്പാദനം ഉണ്ടാവും. നമുക്ക് വീട്ടിൽ ആവശ്യമായ തേന് നമുക്ക് കിട്ടും. ഇത് വിയറ്റ്നാം എർലി വെറൈറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മൊത്തം എല്ലായിടത്തും കാണുന്ന ഒരു വെറൈറ്റിയാണ്. വീട്ടാവശ്യത്തിന് ഒരു ചെറിയ വൃക്ഷത്തിൽ നിന്ന് തന്നെ നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ ആവശ്യത്തിന് ചക്ക നമുക്ക് കിട്ടും. വറുക്കാനാണെങ്കിലും കറി വയ്ക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും നല്ല വെറൈറ്റിയാണ്. ഇത് കോഫി അറബിക്ക. ഇതും നമ്മുടെ വീട്ടിൽ ഒരു 1-2 കട കോഫി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടാവശ്യമായിട്ടുള്ള കോഫി നമുക്ക് കിട്ടും. ഇതിങ്ങനെ ബെറിയായിട്ട് പഴുത്ത് വരും. ഉണക്കി നമ്മൾ പൊടിച്ച് നമുക്ക് ചിക്കറി ചേർക്കാതെ തന്നെ പ്യുവർ കോഫി നമുക്ക് കിട്ടും. നല്ല ക്വാളിറ്റി കോഫിയാണ് കോഫി അറബിക്ക. മുന്തിരിയാണ്. നമുക്ക് ഇവിടെ ധാരാളം കായ്ക്കും. ഇത് എല്ലാ വർഷവും നമ്മളിതിനെ പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്താലേ മുന്തിരി ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ കറുത്ത ഏലക്കായ, നോർത്ത് ഇന്ത്യൻ കുക്കിങ്ങിൽ കൂടുതൽ ഉപയോഗിക്കുന്ന കാല ഇലാച്ചി. ലൂവിക്കയാണ് ആയി വരുന്നേ ഉള്ളൂ. നമ്മൾ ചെറുപ്പകാലം തൊട്ട് ഉപ്പിലിട്ട് ലൂവിക്ക പലരുടെയും വീക്ക്നെസ്സാണ്. അതുപോലെ അച്ചാറിടാനും ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ നല്ല ഒരു ഫ്രൂട്ടാണ് ലൂവിക്ക. ഇതാണ് സ്ട്രോബെറി പേര. ഇത് അധികം വലിപ്പം വയ്ക്കില്ല, ചെറിയ സൈസാണ്. കളറ് മാറും മൂത്ത് വരുമ്പോൾ. നല്ല മധുരമുണ്ട്. ഗ്രീക്ക് വെറൈറ്റി ഫിഗ് ആണ്. നല്ല മധുരമുള്ളതാണ്. സമ്മറാകുമ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ വൺ ഓഫ് ദ ഹെൽത്തിയസ്റ്റ് ഫ്രൂട്ട്സ് ആണ് ഫിഗ്. ആൽക്കലൈൻ ആണ്, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. ഇത് ഓൾ സ്പൈസ് ആണ്. ഇതിൻ്റെ സാധാരണ സമ്മറാകുമ്പോൾ ഒരു കായ ഉണ്ടാവും. അത് നമ്മൾ ഗരം മസാലയിലും കറികളിലും ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലയും നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇലയും കറികൾ ഉപയോഗിക്കും നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഓൾ സ്പൈസ് എന്ന് പറയുന്നത്. പിന്നെ 5 സ്പൈസിൻ്റെ ഗുണമാണെന്ന് പറയുന്നത്. ബറാബ അല്ലെങ്കിൽ ലെമൺ ഡ്രോപ്പ് മാംഗോസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ലിച്ചി ഫാമിലി ഫ്രൂട്ടാണത്. നാഗ്പൂർ ഓറഞ്ച് വെറൈറ്റിയാണ്. സ്വീറ്റ് അത്രയില്ല, എന്നിരുന്നാലും ഒരു മീഡിയം സ്വീറ്റുള്ള ഒരു പഴമാണത്. ഒരു 2-3 മാസം കൂടി എടുക്കും അത് ഇതായി കളർ ചേഞ്ച് ചെയ്ത് വലുതായി വരാനായിട്ട്. ഇതൊരു 8 വർഷത്തോളമായി നമ്മളിപ്പോൾ ഈ വൃക്ഷം വെച്ചിട്ട്. ഇത് വാർത്ത ഒരു അലങ്കാരത്തിന് നമ്മൾ വളർത്തുന്നതാണ്. നമ്മളിത് മുട്ട വിരിച്ച ആൾക്കാർ നമ്മളിന്ന് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. കൊച്ചു പിള്ളേരുള്ള വീടുകളിൽ വളരെ സന്തോഷമാണ് ഇത് കാണാനായിട്ട്. ഇത് മുട്ടയ്ക്കും മാംസത്തിന് ഉപയോഗിക്കും. കൂടുതൽ ആൾക്കാർ നമ്മുടെ ഇപ്പോൾ നമ്മൾ വിരിച്ച് കൊടുക്കുമ്പോൾ ആൾക്കാർ ഒന്ന് മേടിച്ചുകൊണ്ടു ഇതിൻ്റെ കുഞ്ഞുങ്ങളെ. പലരും കച്ചവടക്കാർ നമ്മളിത് മേടിച്ചുകൊണ്ടുപോയിട്ട് അവർ പുറത്ത് കൊടുക്കും. ഇതിനകത്ത് ഒരു പൂവിന് 2 പെടയാണ്. ഇവർക്ക് എപ്പോഴും ക്ലീൻ വാട്ടർ അത്യാവശ്യമാണ്. എന്നാലും അവരുടെ ഹൈജീൻ ഉണ്ടാവുള്ളൂ അവർക്ക്. അല്ലെങ്കിൽ നിത്യം വൃത്തിയായിട്ട് ഇരിക്കില്ല. എന്നും ഫ്രഷ് വാട്ടർ വേണം. ഇതിപ്പോൾ കേരളത്തിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് സൺകോണൂർ. ഞാനിത് 8-10 വർഷമായിട്ട് നമ്മളിതിനെ വളർത്തുന്നുണ്ട്. നമ്മളിതിൽ മുട്ടയിടും, ഇതിന് കുഞ്ഞുണ്ടാകുന്ന കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പൈനാപ്പിൾ ചീക്ക് കോണൂറാണ്. അവിടെ കണ്ടത് ബ്ലൂ ത്രോട്ട് കോണൂർ.
അതൊരു വളരെ റയർ വെറൈറ്റിയാണത്. ഇത് സ്വിസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് സാനൻ എന്ന് പറയും. ലോകത്തിലെ പാലുൽപാദനത്തിലെ ഏറ്റവും മികച്ച ഇനമാണ് സാനൻ വെറൈറ്റി എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് ഒരു 10-12 വർഷമായിട്ട് നമ്മുടെ അടുത്തുണ്ട്. കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കൊടുത്ത 3-4 പേരുടെ കയ്യിലുണ്ട്. അതല്ലാതെ വേറെ ആരുടെ കയ്യിലുള്ളതായിട്ട് നമുക്ക് അറിവില്ല കേരളത്തിൽ. ഈ കൂടിൻ്റെ ക്ലീൻലിനെസ് ആണ് ഏറ്റവും അത്യാവശ്യം. ഇത് കൂട് എപ്പോഴും വൃത്തിയായിരിക്കണം. ഈ കൂട് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതൊരു തണുത്ത കാലാവസ്ഥയിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവാസ വ്യവസ്ഥിതി വേറെയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഉഷ്ണമേഖലയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മളോട് ഒരുക്കി കൊടുത്തു. തണവുള്ള ഏരിയയാണ് നമ്മൾ ഇതിൻ്റെ കൂടിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വൃക്ഷത്തിൻ്റെ താഴെയാണ്, തണലിലാണ് വളർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂട് ഇങ്ങനെ എപ്പോഴും വായു സഞ്ചാര യോഗ്യമായിട്ടുള്ള ഒരു കൂടാണ് നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ശുദ്ധമായ വെള്ളം എപ്പോഴും നമ്മൾ ഇവർക്ക് ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വൃത്തിയായിരിക്കണം കൂട് എപ്പോഴും. അപ്പോൾ തന്നെ അവർക്ക് യാതൊരു അസുഖം വരാതിരിക്കും. സാധാരണ ആടുകളെ പോലെ തന്നെയാണ് ഇവരുടെ പരിചരണം. ഈ ആടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാലിന് വേണ്ടിയാണ് നമ്മൾ ഇതിനെ ആദ്യം ഇവരെ കണ്ടുപിടിച്ചതും കൊണ്ടുവന്നതും. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് നമുക്ക് ഇവരിൽ നിന്ന് കിട്ടും. സാധാരണ നമ്മുടെ ആടുകൾ 1 ലിറ്റർ പാല് തരുന്നത് ഇത് നമുക്ക് 2.5-3 ലിറ്റർ പാല് ഡെയിലി നമുക്ക് തരും. ഈ ആടിൻ്റെ പാലിന് ചുകയും അല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് നന്നായിട്ട് കുടിക്കാൻ പറ്റും. ഇത് ഇവരുടെ കുഞ്ഞുങ്ങളാണ്. ഇവരിപ്പോൾ 2 മാസം പ്രായമായ കുഞ്ഞുങ്ങളാണത്. സാധാരണ ആടുകളെ പോലെ തന്നെയാണ് ഇവരുടെ ഭക്ഷണവും തീറ്റക്രമങ്ങളെല്ലാം. ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് പ്ലായില, അതുപോലെ നമ്മുടെ പറമ്പിലുള്ള ആട് കഴിക്കുന്ന എന്ത് കളി നമ്മൾ കൊടുക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഒരു റീസൈക്ലിംഗ് നടക്കുവിടെ. നമ്മുടെ പറമ്പിൽ ആവശ്യമായിട്ടുള്ള വളവും നടക്കുവിടെ. നമ്മളിത് തുച്ഛമായ സ്ഥലത്ത് ഒരു 60 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. ഏത് സമയത്ത് വന്നാലും എന്തെങ്കിലും പഴങ്ങൾ നമുക്ക് കൂടി ഉണ്ടാവും. പിന്നെ നമ്മളൊരു 20 വർഷമായിട്ട് ഞാനിത് ഫോളോ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിചരണവും അതിൻ്റെ ശുശ്രൂഷയും കെയറിംഗ് എല്ലാം നമ്മൾ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നെ സംബന്ധിച്ചോളം ഞാനിവിടെ മിക്കവാറും പഴവർഗ്ഗങ്ങളായാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം ഞാൻ ഭൂമിയിൽ വെച്ച് വളർത്തിയിരിക്കുകയാണ്. ചട്ടിയിൽ വെച്ച് വളർത്തിയിരിക്കുകയല്ല. കോഴികളായാലും ആടുകളായാലും അവരെ ഫ്രീ റൺ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അവർ പുറത്ത് മേയാനും ഓടി നടക്കാനും അവർക്കുള്ള എക്സസൈസ് ആവാനും ഉള്ള അവസരം നമ്മളോട് ഒരുക്കിയിരിക്കുന്നു. പിന്നെ കോഴികൾ പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ കോഴിയുണ്ട്, ഗിനിയുണ്ട്. അവർ ചിക്കിച്ചകഞ്ഞ് ഭൂമിയുടെ എന്താ പറയുക അതിൻ്റെ എറേഷൻ നടത്തുക കൂടി ചെയ്യും. അവർ കാഷ്ടിക്കുമ്പോൾ വളം കിട്ടും നമുക്ക്. അപ്പോൾ പല വളം നാച്ചുറലായിട്ട് തന്നെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇലകളും ഇതൊക്കെ നമ്മൾ ആടുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് വളമായിട്ട് കിട്ടും. അല്ലാത്ത കരിയിലയായിട്ട് നമ്മളിവിടെ തന്നെ ഉപയോഗിച്ച് സംസ്കരിച്ച് അതും നമ്മൾ നൈട്രജന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഞാൻ ബിസിനസ് പരമായിട്ട് മിക്കവാറും യാത്രയിലായിരിക്കും. അപ്പോൾ മക്കളാണ് കൂടുതൽ ഇതിൻ്റെ ഇൻട്രസ്റ്റഡും. അവരാണ് ഇതിന് മുൻകൈ എടുത്ത് അവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരിന്ന് ചെളിയിലിറങ്ങി കൈ വൃത്തികേടാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവർ പുറത്തിറങ്ങി കളിക്കുകയാണെങ്കിലും ഇവരോടായിട്ട് ഇടപഴകുകയാണെങ്കിലും കൃഷിക്ക് കാര്യങ്ങളിൽ പ്ലാൻ ചെയ്യാനും എല്ലാത്തിനും അവർ വന്ന് സഹായിക്കും. അവരാണ് അതിന് മുൻകൈ എടുക്കുന്നത്. അവരുടെ ഇൻട്രസ്റ്റിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയി 2 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ പേര് പൈസ കൊടുത്ത് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറമ്പിലിറങ്ങി അല്പസ്വല്പം വ്യായാമം നമുക്കും ആവും. നമ്മൾ അല്പം എന്താ പറയുക മണ്ണുമായിട്ട് ഇടപഴകും. നമുക്കും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. അണുക്കളായിട്ടും മറ്റു ജീവജാലങ്ങളായിട്ടും നമുക്കൊരു ഹെൽത്തി ബോഡി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെല്ലാവരും ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു സംരംഭമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടാവശ്യത്തിൻ്റെ കാര്യവും നമ്മുടെ നടക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു റോസോ ഒരു ഇതുപോലുള്ള അലങ്കാര ചെടികൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ എനിക്കൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ പഴവർഗ്ഗങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലാവശ്യമുള്ള കൺസംഷനും നമുക്കത് ഉപയോഗപ്രദമാണ് വളരെയധികം. പഴങ്ങൾ ഉണ്ടായി നിൽക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്, ഒരു കുളിർമയാണ്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണത്. ഞാൻ വളരെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ്. കാനഡയിലാണ്, ടൊറൻറ്റോയിലാണ് ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുക. അവിടെ കോൺക്രീറ്റ് വനാന്തരങ്ങളെന്ന് പറയും. അവിടെ നമ്മൾ അതിനകത്ത് ആ കോൺക്രീറ്റിൻ്റെ സമുച്ചയങ്ങൾക്ക് ഇടയിൽ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നാട്ടിൽ വന്നിട്ട് ഈ അന്തരീക്ഷത്തിൽ ഇതൊരു എനർജി ബൂസ്റ്ററാണ്. നമുക്കൊരു സംതൃപ്തി തരുന്ന, ഒരു റീജ്യൂനേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ ഇറ്റ്സ് പ്രൈസ്ലെസ്.